പല രാഷ്ട്രീയ നേതാക്കന്മാരും ഘോരഘോരം പ്രസംഗിക്കുന്ന കുത്തക അഥവാ മൊണോപ്പൊളി എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ഉൽപ്പന്നമോ സേവനമോ ഉൽപ്പാദിപ്പിക്കുവാനും വിൽക്കുവാനും ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു വ്യക്തി മാത്രമേ ഉള്ളെങ്കിൽ അതാണ് മൊണോപ്പൊളി അഥവാ കുത്തക കമ്പോളം എന്ന് പറയുക. റെയിൽവേ സേവനങ്ങൾ നൽകാൻ ഇന്ത്യയിൽ ഇന്ത്യൻ റെയിൽവേ മാത്രമേ ഉള്ളൂ. അവർ പറയുന്ന ചാർജിൽ നമ്മൾ യാത്ര ചെയ്തോണം. അതുകൊണ്ട് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലൊരു മൊണോപ്പൊളിയാണെന്ന് നമുക്ക് പറയാം. കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡും വാട്ടർ അതോറിറ്റിയും അവർ തീരുമാനിക്കുന്ന റേറ്റിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ചാർജും വാട്ടർ ബില്ലും അടയ്ക്കേണ്ടി വരും. അവിടെ മത്സരിക്കാൻ മറ്റ് സ്ഥാപനങ്ങളില്ല, നമുക്ക് മറ്റ് ഓപ്ഷനുകളില്ല. അവർ മാത്രമാണത് സപ്ലൈ ചെയ്യുന്നത്. സെർച്ച് എഞ്ചിനുകളുടെ കാര്യത്തിൽ ഗൂഗിൾ ഒരു പരിധിവരെ മൈക്രോസോഫ്റ്റ് മൊണോപ്പൊളിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ മത്സരമില്ലാത്തൊരവസ്ഥയാണ്, മറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റുകൾ ലഭ്യമല്ലാത്ത അവസ്ഥയാണ്. ഉൽപ്പാദകർ തീരുമാനിക്കുന്ന വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ടി വരുന്നൊരു സാഹചര്യമാണ് കുത്തകയിൽ അഥവാ മൊണോപ്പൊളിയിൽ സംഭവിക്കുന്നത്. കുത്തക സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ട നിയമപരവും അതുപോലെ ജനമുന്നേറ്റവും അതിനെതിരെ ഉയരേണ്ടതായിട്ടുണ്ട്. ഗുഡ് ഡേ.